സോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത് ഒരു ഒപ്റ്റിമാൽ ടെസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ് വഴി എങ്ങനെ ചെയ്യാമെന്നാണ്. സോ അടുത്ത മെത്തേഡ്, ദാറ്റ് ഈസ് മോഡി മെത്തേഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഡി മെത്തേഡ് സ്റ്റാൻഡ്സ് ഫോർ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, സോ ഇവിടെയും ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഒരു മോഡി മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ആ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റിൻ്റെ തുടക്കമായ m+n-1 അലോക്കേഷൻ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് പൊസിഷനിലാണോ എന്നും ചെക്ക് ചെയ്യണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട് m+n-1 ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്, ഇവിടെ 9 ആണ്. പക്ഷേ നമുക്ക് അലോക്കേഷൻസ് 8 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളവിടെ എപ്സിലോൺ എന്ന് പറയുന്ന ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്തു. ആ ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ നോക്കി നമ്മളിതാ 2, 5 എന്ന് പറയുന്ന ഒരു കോസ്റ്റിലാണ് ഇൻസേർട്ട് ചെയ്തതെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ യു ക്യാൻ ഹാവ് എ ലുക്ക് ഓൺ ദാറ്റ്. നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മോഡി മെത്തേഡാണ്. മോഡി മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് UV മെത്തേഡ് എന്നും പറയാറുണ്ട്. സോ എന്താണ് യു, എന്താണ് വി എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ UV മെത്തേഡിൻ്റെ കാൽക്കുലേഷൻ സമയത്ത് ഞാൻ തൽക്കാലം സപ്ലൈയും ഡിമാൻഡും എൻ്റെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് മാറ്റുവാണ്. പകരം ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് U and V here. So here I can call it as U1. U1 is equal to U2 is equal to second row, U3, U4, likewise V1, V2, V3, V4, V5 and V6. So what we are going to do is that for an occupied cell, ഒരു occupied സെല്ലിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്ന കാൽക്കുലേഷൻ ഇങ്ങനെയാണ്: UI plus VJ is equal to CIJ എന്ന് പറഞ്ഞാൽ ഒരു ഒക്കുപ്പൈഡ് സെല്ലിൽ ചെന്നാൽ, ഫോർ എക്സാമ്പിൾ ഹിയർ സെൽ 1-3 എന്താണ് സെൽ 1-3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം U1 plus V3, റൈറ്റ്? U1 plus V3 is equal to C13. അപ്പോൾ ഇവിടെ എന്താ വരും? ഇവിടെ ശരിക്കും നമുക്ക് U1 അറിയില്ല, V3 അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ നമുക്കറിയാം U1ൻ്റെ വാല്യൂ 0 കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ V3 കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാൻ ആർബിട്രറായിട്ട് ഒരെണ്ണം 0 കൊടുക്കുകയാണ്. ഓക്കെ, സോ U1 0 കൊടുത്താൽ V3 വാല്യൂ എന്തോ വരും? U1 0 ആണെങ്കിൽ U1 plus V3 is equal to 9 and V3 is equal to 9 എന്ന് കിട്ടും. സോ നമുക്ക് എഴുതാം V3 is equal to 9. നമുക്കിത് കണക്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് നോക്കി, അടുത്തൊരു ഒക്കുപ്പൈഡ് സെൽ 2. സോ അവിടെ U2 plus V2 is equal to 3 ആണ് അല്ലേ? കാരണം 2 എടുത്തു കഴിഞ്ഞാൽ U2 plus V2 is equal to 3 ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ നമുക്ക് തൽക്കാലം ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷേ കാരണം എന്താ, വീണ്ടും നമ്മൾ ആർബിട്രറി 0 കൊടുക്കണം. പക്ഷേ അത് വേണ്ട, ഒരു എണ്ണം ആർബിട്രറി 0 കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് നോക്കിയേ 3 എന്ന് പറയുന്ന മെട്രിക്സ് എടുത്താൽ V3 ഓൾറെഡി നമുക്കറിയാം എത്ര, 9 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ U3 എന്തോ വന്നാലാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? നോക്കിയേ 3 എടുത്തു കഴിഞ്ഞാൽ U3 പ്ലസ് V3 ഈസ് ഈക്വൽ ടു 9 ആണ് വേണ്ടത്. V3 ഓൾറെഡി 9 കണ്ടുപിടിച്ചാൽ U3 എന്തോ വരും? U3 ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് ചെയ്യാം? U3 വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ U3 എന്ത് ചെയ്തു? 0 എന്ന് എഴുതി. ഇനി U3 0 എന്ന് എഴുതിയാൽ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാം. എന്താണ്? 3-1 മെട്രിക്സിലോട്ട് പോയാൽ നമുക്കറിയാം V1 ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. നോക്കിയേ V1 പ്ലസ് U3, അതാണ് 3-1 എന്ന് പറയുന്ന സെല്ലിൻ്റെ വാല്യൂ. അതെന്ത് വരും? 0 + 6 ഈസ് ഈക്വൽ ടു 6. സോ ഇതേ കണക്ക് എന്ത് ചെയ്യുക, എല്ലാത്തിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. സോ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 4-1 എന്ന മെട്രിക്സ് എടുത്താൽ V1ൻ്റെ വാല്യൂ 6 ആണ്. സോ U4 എന്തോ ആയിരിക്കണം? സം ചെയ്യുമ്പോൾ ദാറ്റ് വാല്യൂ ഈസ് ആൾസോ 0. 0 + 6 ഈസ് ഈക്വൽ ടു ആണ്
ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 6 എന്ന കോസ്റ്റ്. സോ നമുക്ക് U4 കിട്ടി. U4 കിട്ടിയാൽ ഈസി ആയിട്ട് V4 കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് 2. അടുത്തെന്ന് അടിക്കാം V5 വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? കാരണം എന്താ, 4, 5 എന്ന മെട്രിക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ U4 + V5 ആണ്. ഇറ്റ്സ് ഓൾറെഡി 2. നമുക്ക് U4 0 ആണെങ്കിൽ V5 2 എന്ന് കിട്ടും. അപ്പോൾ അതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി V5 2 ആണെങ്കിൽ U2 കണ്ടുപിടിക്കാം. കാരണം എന്താ, 2, 5 എന്ന മെട്രിക്സ് എടുത്താൽ U2 + V5 = 2. V5 = 5 ആണ് വരേണ്ടത്. സോ U2 = 3. സോ U2 3 കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? V6 കണ്ടുപിടിക്കാൻ പറ്റും. കാരണം 2, 6 എന്ന് പറയുന്ന സെല്ലിൻ്റെ വാല്യൂ 5 ആണ്. നമുക്കിവിടെ എത്ര വരണ്ടേ? V6 = 3 + 2 5 വരണം. സോ V6ഉം നമുക്ക് കിട്ടി. സോ ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് U2 3 എന്ന് കിട്ടിയാൽ V2ൻ്റെ വാല്യൂ = 0 എന്ന് കിട്ടും. കാരണം 3 + 0 = 3. സോ നമ്മൾ എന്ത് ചെയ്തു? എല്ലാത്തിൻ്റെയും U1ഉം U2ഉം U3ഉം U4ഉം എല്ലാം കണ്ടുപിടിച്ചു. V1 മുതൽ V6 വരെയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾക്ക് പോകുന്നത് അൺഒക്കുപ്പൈഡ് സെല്ലിലേക്ക് പോവുക. അൺഒക്കുപ്പൈഡ് സെല്ലിൽ ചെന്നതിന് ശേഷം ഫൈൻഡ് ഔട്ട് ∆IJ = CIJ - UI + VJ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി അൺഒക്കുപ്പൈഡ് സെല്ലിൽ പോയതിന് ശേഷം എന്ത് ചെയ്യുക? CIJ - UI + VJ. നമുക്കൊരെണ്ണം നോക്കാം. ഫസ്റ്റ് അൺഒക്കുപ്പൈഡ് സെൽ എന്ന് പറയുന്നത് 1, 1 ആണ്. എന്ന് പറഞ്ഞാൽ ∆11 = എന്താണ്? C11 - U1 + V1. വാല്യൂസ് നോക്കിക്കോ. ഇവിടെ C11 എന്ന് പറയുന്നത് 9 ആണ്, മൈനസ് U1 + V1 എത്രയാണ്? 0 + 6 = 9 - 6 = 3 എന്ന് നമുക്ക് കിട്ടും. സോ ഇവിടുത്തെ വാല്യൂ എന്താണ്? 3 ആണ്. ട്രൈ ടു റൈറ്റ് ഇറ്റ് ആസ് എ സർക്കിൾ. അതൊരു സർക്കിളിൽ എഴുതുക. കാരണം നമ്മൾ ഓൾറെഡി മറ്റേ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തത് കൊണ്ട് സർക്കിളിൽ എഴുതുക. ഇനി അടുത്ത കണ്ടുപിടിക്കാം U12. അതുകൂടെ നമുക്ക് നോക്കാം. സെൽ 12 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ∆12 = എന്തോ വരണം? ∆1 = C12 - U1 + V2. ഇത് ഒരു തവണ ഫോമുല എഴുതിയാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് മാനുവൽ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇവിടുത്തെ കേസ് 1, 2 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കേസിലാണെങ്കിൽ 12 - അതായത് ആ സെല്ലിൻ്റെ വാല്യൂ മൈനസ് കോസ്റ്റ് മൈനസ് V2 + U1 = V2 + U1 ആദ്യം കണ്ടുപിടിക്കുക. അത് 0 ആണ്. സോ 12 - 0 = 12 എന്ന് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡിൽ നമ്മളിത് ആക്ച്വലി ഒരു ലൂപ്പൊക്കെ വരച്ച് കണ്ടുപിടിച്ചായിരുന്നു. സോ ആ സമയത്ത് നമുക്ക് കിട്ടിയ വാല്യൂ 12 തന്നെയായിരുന്നു. സോ പ്ലീസ് ഹാവ് എ ലുക്ക് ഓൺ ദാറ്റ് പർട്ടിക്കുലർ വീഡിയോ. സോ അതിനെ നമുക്ക് അടുത്ത കണ്ടുപിടിക്കാം 14. 14ൻ്റെ വാല്യൂ എന്ത് വരും? 6 - 2 + 0 ദാറ്റ് ഈസ് 4. സോ അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താണ് വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് 15 എന്ന വാല്യൂ ആണ്. ദാറ്റ് ഈസ് 9 - 2 + 0. 9 - 2 + 0 = 7 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ദാറ്റ്സ് ഓൾസോ ഫൈൻ. അടുത്തതോ 10 - 2 + ദാറ്റ് ഈസ് = 8 എന്ന് നമുക്ക് കിട്ടും. അതിനെ നമ്മൾ മാർക്ക് ചെയ്യുക. സോ അടുത്തത് 21 എന്ന സെല്ലാണ്. അതിൻ്റെ വരുന്നത് 7 - 6 + 3. 7 - 6 + 3 = 7 - 9 = -2 എന്ന് കിട്ടും. മാർക്ക് ഇറ്റ് ആസ് ലൈക്ക്. അടുത്തത്, അപ്പോൾ ഇതെല്ലാം അൺഒക്കുപ്പൈഡ് സെല്ലിൽ മാത്രമേ പോകുന്നത്. അടുത്തത് എന്താണ്? 2, 3 എന്ന മെട്രിക്സ് ആണ്. 7 - 9 + 3 ദാറ്റ് ഈസ് = 7 - 12 - -5 എന്ന് കിട്ടും. അടുത്തതോ 7 - 3 + 2 ദാറ്റ് ഈസ് 7 - 5 = 2 എന്ന് കിട്ടും. അടുത്തതോ ഈ സെല്ലിലാണ്, ഇനി 3, 2ലാണ് വരേണ്ടത്. 5 - 0 ദാറ്റ് ഈസ് = 5 എന്ന് കിട്ടും. അടുത്ത 3, 4ലാണ്. 11 - 2 + 0 = 9 എന്ന് കിട്ടും. അടുത്തത് 3, 5 എന്ന മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ 3 - 2 + 0 = 3 എന്ന് കിട്ടും. അടുത്ത മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ 11 - 2 + 0 = 11 - 2 = 9 എന്ന് കിട്ടും. അടുത്ത 4, 2 എടുത്തു കഴിഞ്ഞാൽ 8 - 0 + 0 = 8 എന്ന് കിട്ടും. അടുത്ത 4, 3 എടുത്താൽ 11 - 9 + 0 = 2 എന്ന് കിട്ടും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 - 2 + 0 = 8 എന്ന് കിട്ടും. സോ നമുക്കിവിടെ കുറേ വാല്യൂസ് കിട്ടി. അതായത് ഇതെല്ലാം ചെയ്യുന്നത് സെൽ ഇവാലുവേഷനാണ്. നിങ്ങൾ കഴിഞ്ഞ തവണ പോയത് സെൽ ഇവാലുവേഷൻ തന്നെയാണ് ചെയ്തത്. സോ
ഈ സെൽ ഇവാലുവേഷൻ കഴിഞ്ഞാൽ അതുകൊണ്ട് ഡെൽറ്റ ഐ ജെ എല്ലാ സെൽസിനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ചെക്ക് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ഐ ജെ ഫോർ ഓൾ ദ അൺഒക്കുപ്പൈഡ് സെൽസ്. ഇഫ് ദാറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വി ക്യാൻ സേ ഇഫ് ഓൾ ദ വാല്യൂസ് എല്ലാ അൺഒക്കുപ്പൈഡ് സെല്ലിൻ്റെ വാല്യൂസും ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം ദ സൊല്യൂഷൻ ഇറ്റ് സെൽഫ് ഈസ് ആക്ച്വലി ഒപ്റ്റിമൽ. നമുക്ക് ആദ്യം നേരത്തെ കിട്ടിയ വോഗൽസിൽ നിന്ന് കിട്ടിയത് തന്നെ ഒപ്റ്റിമലാണെന്ന് നമുക്ക് പറയാം. ഇൻ കേസ് ഇഫ് എനി വാല്യൂ ഏതെങ്കിലും 1, 2, 3 ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0 വി കാൺ സേ ദാറ്റ് ഇറ്റ് ഈസ് ഒപ്റ്റിമൽ, ഇറ്റ് ഈസ് നോട്ട് ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും കോസ്റ്റ് കുറയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് മോഡി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൊവിഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം, അത് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു ഐട്രേറ്റ് ടുവേർഡ്സ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ മോഡി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ഫോർ ദ വെദർ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ ഓഫ് ഒപ്റ്റിമൽ ടെസ്റ്റ് m+n-1 ദാറ്റ് ഹാസ് ടു ബി ഈക്വൽ. But if it is not equal, we can allocate a new allocation like infinitely small to a least cost element. കാരണം അതൊരു ഡീജനറേറ്റ് സൊല്യൂഷൻ ആയതുകൊണ്ട് കൺവേർട്ട് ദാറ്റ് ഇൻറ്റു നോൺ ഡീജനറേറ്റ്. അത് എവിടെ അലോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഉള്ളതിൽ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് പൊസിഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതുമായിട്ടൊരു സെല്ലിൽ അലോട്ട് ചെയ്യുക. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് ഡീജനറേറ്റ് ആകുമ്പോൾ ചെയ്യുന്ന കണ്ടീഷനാണ് ഇങ്ങനെ. ഇനി സ്റ്റാർട്ടിങ്ങിലല്ല, നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ m+n-1 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഒരു 1-2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഈ എപ്പോഴും ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഓക്കെ എവിടെയോ ഒരു ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ മീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ m+n-1 എന്ന കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എപ്സിലോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരിക്കൽ കൂടി എപ്സിലോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ ആകണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ സബ്സിക്വൻ്റ് ഐട്രേഷനിലാണ് വരുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ ഓൾറെഡി m+n-1 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അതിലേതോ ഒരു സെല്ല് വേക്കൻ്റായി, അതുകൊണ്ടാണല്ലോ നമുക്ക് എപ്സിലോൺ കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റേജിൽ വേക്കൻ്റായിട്ട് നിൽക്കുന്ന ഏതാണോ അവിടെ ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. എന്തായാലും മനസ്സിൽ കണ്ടുവയ്ക്കുക. അതായത് ലീസ്റ്റ് കോസ്റ്റ് കണ്ടീഷനിലാണ് എപ്സിലോൺ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു, ബട്ട് ഒരു ചെറിയ കേസിൽ അത് മാറ്റം ഉണ്ടെന്നുള്ള ഓർത്തിരിക്കുക. സോ മോഡി മെത്തേഡ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഒന്ന് ബ്രീഫ് ചെയ്യാം. സോ മോഡി മെത്തേഡ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ചെക്ക് ചെയ്തതിന് ശേഷം യു വാല്യൂയും വി വാല്യൂയും കണ്ടുപിടിക്കുന്നു. സോ യുവും വിയും കണ്ടുപിടിക്കുന്നത് ഒക്കുപ്പൈഡ് സെല്ലിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ ഗോ ടു ദ ഒക്കുപ്പൈഡ് സെൽ. അപ്പം അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ, അതായത് ഒരെണ്ണമെങ്കിലും നമുക്ക് ആർബിട്രറി ആയിട്ട് കൊടുക്കേണ്ടി വരും. സോ ഒരെണ്ണം ആർബിട്രറി ആയിട്ട് കൊടുക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഒരെണ്ണം ആർബിട്രറി ആയിട്ട് കൊടുക്കേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മൊത്തം 10ഓളം വാല്യൂസ് ഉണ്ട്. u1 to u4 4 v1 മുതൽ v6 6 ഉണ്ട്. 10 നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ 9 ഇക്വേഷനെ വരത്തുള്ളൂ. കാരണം എന്താ, 9 സെൽസ് അലോട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ആർബിട്രറി ആയിട്ട് അസൈൻ ചെയ്യേണ്ടി വരുന്നത്. സോ ആ ആർബിട്രറി അസൈൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒക്കുപ്പൈഡ് സെല്ലിൽ പോവുക, ഒരെണ്ണം 0 എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്രൈ ടു ഫൈൻഡ് ദ u1 ആൻഡ് ui വാല്യൂസ് ആൻഡ് vj വാല്യൂസ് ഫോർ ഓൾ ദ സെൽസ്. കണ്ടുപിടിച്ചതിന് ശേഷം ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡെൽറ്റ ഐ ജെ. അതിൻ്റെ ഫോർമുല ഞാൻ പറഞ്ഞു, ഡെൽറ്റ ഐ ജെ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, CIJ മൈനസ് UI പ്ലസ് VJ ആണ്. കണ്ടുപിടിക്കുക. അത് ഒരു റൗണ്ടിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ ദിസ് ഈസ് ഫൈൻ, എവിടെയാണിത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. സോ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രൊസീജിയർ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യും. അത് ഐട്രേറ്റ് ടുവേർഡ്സ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അടുത്ത് നമ്മൾ ഇതിൻ്റെ ഐട്രേഷനിലേക്ക് പോവുകയാണ്. കാരണം എന്താ, ഇവിടെ നെഗറ്റീവ് വാല്യൂ വന്നുകൊണ്ട് ഐട്രേഷനിലേക്ക് പോവുകയാണ്. സോ അതാണ് എങ്ങനെ ചെയ്യാൻ പോകുന്നത് പറയാൻ പോകുന്നത്. സോ അതിനെന്ത് ചെയ്യുക, പുതിയൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക. ആ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ തന്നിരിക്കുന്ന സെൽസിൽ നമ്മൾ കണ്ടുപിടിച്ച ഡെൽറ്റ ഐ ജെ വാല്യൂവിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള മോസ്റ്റ് നെഗറ്റീവായിട്ടുള്ള സെൽ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ നോക്കിയേ, ഇവിടെ 2 നെഗറ്റീവ് വാല്യൂസ് ആണുള്ളത്, -2 -5. സോ അതിൽ മോസ്റ്റ് നെഗറ്റീവ് ഏതാണെന്ന് നോക്കുക. ഇവിടെ അത് ഒരെണ്ണേ ഉള്ളൂ. സോ അതിനെ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി അവിടെ ഇൻ കേസ് ടൈ ആവുകയാണെങ്കിൽ, അതായത് 2 വാല്യൂസ് ഫോർ എക്സാമ്പിൾ -5 എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ജസ്റ്റ് നേരത്തെ സ്റ്റെപ്പുകളിലൊക്കെ ചെയ്ത പോലെ ഒരു അൺഒക്കുപ്പൈഡ് സെല്ലിൽ നിന്ന് ഒക്കുപ്പൈഡ് സെല്ല് വഴി ഒരു ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. നോക്കിയതിന് ശേഷം അതിനകത്തുള്ള
അലോക്കേഷൻ ചെക്ക് ചെയ്യും, എത്ര വരെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അലോക്കേഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് പുതിയൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. ആ സമയത്ത് ഈ U1 വാല്യൂ V1 മുതൽ V6 ഉള്ള വാല്യൂസ് എഴുതേണ്ട കാര്യമില്ല, ഈ റൗണ്ടിലുള്ള വാല്യൂസ് എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചാൽ മതി. അതായത് നമ്മൾ 2, 3 എന്ന് പറയുന്ന സെല്ലിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയുള്ളത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ കോസ്റ്റും അലോക്കേഷനും മാത്രം എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഞാൻ പുതിയൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. ഞാൻ ഐഡൻറ്റിഫൈ സെല്ല് മാത്രം മാർക്ക് ചെയ്തു. സോ അവിടെ നിന്നാണ് നമ്മുടെ ലൂപ്പ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഐട്രേഷൻ ടുവേർഡ്സ് ഓപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ലൂപ്പ് കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എന്താണ്, ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്ന സമയത്ത് ലൂപ്പ് പോലെ അല്ല, സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ചെയ്ത പോലെ എന്ത് ചെയ്യുക, ഒരു ക്ലോസ് ലൂപ്പ് കണ്ടെത്തി. അപ്പം അൺഒക്കുപ്പൈഡ് സെല്ലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒക്കുപ്പൈഡ് സെല്ലിലേക്ക് ജമ്പ് ചെയ്യണം. സോ ജമ്പ് ചെയ്ത് തിരിച്ച് നമുക്ക് അറിഞ്ഞ് അവിടെ തന്നെ എത്തണം. സോ ഇവിടുത്തെ പ്രൊവിഷൻ നോക്കിയേ, എനിക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് ജമ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ 3, 2ൽ നിന്ന് 2, 2ലേക്ക് ജമ്പ് ചെയ്യാം. പക്ഷേ അങ്ങനെ ജമ്പ് ചെയ്താൽ പിന്നെ എനിക്ക് മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. സോ ദാറ്റ് ഈസ് ആക്ച്വലി നോട്ട് പോസിബിൾ. അതുപോലെ തന്നെ 2, 3ൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ 1, 3ലേക്ക് ജമ്പ് ചെയ്യാം. പക്ഷെ ജമ്പ് ചെയ്താലും പിന്നെ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. കാരണം എന്താ, അവിടുന്ന് ലെഫ്റ്റ് എടുത്താലും റൈറ്റ് എടുത്താലും, അതായത് ഈ സെല്ലിൽ നിന്ന് ലെഫ്റ്റ് എടുത്താലും റൈറ്റ് എടുത്താലും ഒക്കുപ്പൈഡ് സെല്ലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോസിബിലിറ്റി തള്ളിക്കളയാം. പിന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഒരു താഴോട്ടാണ്. അതായത് 2, 3ൽ നിന്ന് നമ്മൾ 3, 3ലേക്ക് ജമ്പ് ചെയ്തു. പിന്നെ നമുക്ക് എങ്ങോട്ട് പോകാൻ നോക്കുക, ഒക്കുപ്പൈഡ് സെൽ എവിടെയാണുള്ളത് അങ്ങോട്ട് മൂവ് ചെയ്യാം. സോ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് മൂവ് ചെയ്തു, താഴെയുണ്ട്, മൂവ് ചെയ്തു, പിന്നെ എൻഡിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇവിടം വരെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂവ്മെൻറ്റ് മേളിലോട്ട് പറ്റത്തില്ല, കാരണം അത് വേറെ ഒക്കുപ്പൈഡ് സെല്ലില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത എൻഡിലേക്ക് പോവുക. ഇനി നമുക്ക് പോസിബിളായിട്ടുള്ളത് മുകളിലേക്ക് പോകാം. സോ തിരിച്ച് എന്ത് ചെയ്യാം, ഈ പൊസിഷനിൽ വന്ന് നമുക്ക് നിൽക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തേ, 2, 3ൽ നിന്ന് 3, 3ലോട്ട് പോയി. സോ ഫസ്റ്റ് പ്ലസ് സൈൻ കൊടുത്താൽ അടുത്തടുത്ത് എന്ത് കൊടുക്കുക, മൈനസ്. അതായത് ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ്, സ്റ്റാർട്ടിങ് പ്ലസ് പിന്നെ മൈനസ്. പിന്നെ അടുത്ത കോർണർ ഏതാ, പ്ലസ്. അടുത്ത കോർണർ ഏതാ, ഇത് മൈനസ്. അടുത്ത എന്താ, പ്ലസ്. അടുത്ത എന്താ, മൈനസ്. നോക്കിക്കേ, അതായത് കോർണേഴ്സിലെല്ലാം നമ്മൾ സൈൻസ് കൊടുക്കുക. സ്റ്റാർട്ടിങ് പ്ലസ്, പിന്നെ ഫസ്റ്റ് കോർണറിൽ മൈനസ്, പിന്നെ വീണ്ടും പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ, അപ്പോൾ ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് അലോക്കേഷൻ നടത്തണം. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് വേണമെങ്കിൽ അലോക്കേഷൻ നടത്താം. അതായത് പ്ലസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത, അല്ലെങ്കിൽ 7 എന്ന് പറയുന്നത് 2, 3 എന്ന് പറയുന്ന സെല്ലിലെ 7 കോസ്റ്റുള്ളടുത്ത് ഒരു അലോക്കേഷൻ നടത്താമെന്നാണ് നമുക്ക് മോഡി മെത്തേഡിലൂടെ മനസ്സിലാക്കിയത്. എത്ര അലോക്കേറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ആ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ മിനിമം ഓഫ് നെഗറ്റീവ് വന്ന വാല്യൂസ് നോക്കുക. നെഗറ്റീവ് വന്ന സ്ഥലങ്ങൾ നോക്കിയേ. ഒന്ന് ഇവിടെ 3, 3ൽ മൈനസ് വന്നു, അതിൻ്റെ അലോക്കേഷൻ എത്ര, 1 ആണ്. സോ മിനിമം ഓഫ് 1, 4, 1ൻ്റെ അലോക്കേഷൻ എത്ര, 3 ആണ്. കാര്യം എന്താ, അവിടെ നെഗറ്റീവ് വന്നു. പിന്നെ നെഗറ്റീവ് വന്ന എന്താണ്, 5 എന്ന പോർഷനിലാണ്. അതായത് 2, 5 എന്ന് പറയുന്ന സെല്ലിലാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. അവിടുത്തെ അലോക്കേഷൻ എത്ര, എപ്സിലോൺ. സോ ഈ 3 വാല്യൂസിൽ ഏറ്റവും മിനിമം ഏതാ, 1, 3 എപ്സിലോണിൽ ഏറ്റവും മിനിമം എന്തായിരിക്കും, ഇറ്റ് ഈസ് ആക്ച്വലി എപ്സിലോൺ. കാര്യം എന്താ, അത് ഇൻഫൈനൈറ്റ്ലി സ്മോളാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എപ്സിലോൺ അലോക്കേഷനാണ് എന്തിന് നടത്തേണ്ടത്, നമ്മളുടെ 2, 3 എന്ന് പറയുന്ന നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച മെട്രിക്സിൽ വരുത്തേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ലൂപ്പ് വരച്ചതിന് ശേഷം മൈനസ് സൈൻ ഉള്ളിടത്ത് എല്ലാം അലോക്കേഷൻ ചെക്ക് ചെയ്യുക. ആ അലോക്കേഷനിലെ മിനിമം ഏതാണോ അത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അലോക്കേഷൻ ചെയ്യാനും തീരുമാനിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, പ്ലസ് ഉള്ളിടത്തെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഈ മിനിമത്തിൽ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന എപ്സിലോൺ കൊണ്ട് പ്ലസ് ഉള്ളിടത്തെല്ലാം ആഡ് ചെയ്യുക. ഇനി മൈനസ് ഉള്ളിടത്തെല്ലാം എന്ത് ചെയ്യുക, അത് കുറയ്ക്കുക. സോ ഇതാണ് അടുത്ത സ്റ്റെപ്പ്. നമുക്ക് നോക്കാം. അലോക്കേഷൻ ആയതുകൊണ്ട് ഞാൻ വേറൊരു കളർ ഉപയോഗിക്കാം. എപ്പോഴും അത് പാറ്റേൺ ഫോളോ നല്ലതായിരിക്കും. ഇവിടെയാണ് എനിക്ക് അലോക്കേഷൻ കൊടുക്കേണ്ടത്. എത്ര കൊടുക്കാം, ഞാൻ പറഞ്ഞു പ്ലസ് ഉള്ളിടത്തെല്ലാം ഒരു എപ്സിലോൺ ആഡ് ചെയ്യണം, മൈനസ് ഉള്ളിടത്തെല്ലാം എപ്സിലോൺ കുറയ്ക്കണം. നോക്കിയാൽ പ്ലസ് ഇവിടെ അലോട്ട് എപ്സിലോൺ അലോട്ട് ചെയ്തു. അടുത്ത 3, 3 എന്ന മെട്രിക്സിൽ നമ്മൾ എന്ത് ചെയ്യണം, 1 മൈനസ് എപ്സിലോൺ.
കാര്യം എന്താ, എപ്സിലോൺ കുറയ്ക്കണമെന്ന് പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, 1 മൈനസ് എപ്സിലോൺ, 1 മൈനസ് എപ്സിലോണിൻ്റെ വാല്യൂ എന്താണ്, 1 തന്നെയാണ്. എന്തുകൊണ്ടാണ്? കാര്യം ഈ വളരെ സ്മോൾ ആയതുകൊണ്ട് 1ൽ നിന്ന് കുറച്ചാൽ ദാറ്റ് ഡസൻറ്റ് മേക്സ് മച്ച് ഡിഫറൻസ്. അതുകൊണ്ട് 1 തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. സോ 1 മൈനസ് എപ്സിലോൺ. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അടുത്ത പോയിന്റിലേക്ക് പോവുക. വീണ്ടും പ്ലസ് ഉണ്ട്, അവിടെ എന്ത് ചെയ്യുക, ഒരെണ്ണം ആഡ് ചെയ്യുക, 1 പ്ലസ് എപ്സിലോൺ. അടുത്ത എന്താണ്, 3 മൈനസ് എപ്സിലോൺ. അപ്പം എന്താ ചെയ്യാം, ഇവിടെ 3 മൈനസ് എപ്സിലോൺ എന്ന് വരും. നമുക്കത് മാർക്ക് ചെയ്യാം. പിന്നെ അത് വലുതാക്കിയതിന് ശേഷം മാർക്ക് ചെയ്യാം. ഓക്കെ, 3 മൈനസ് എപ്സിലോൺ. ഇവിടെ വന്നത് 1 പ്ലസ് എപ്സിലോൺ. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 1 പ്ലസ് എപ്സിലോൺ. സോ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് 4, 5 എന്ന പോർഷനാണ്. അവിടെ എന്ത് ചെയ്യണം, നമുക്ക് വീണ്ടും ആഡ് ചെയ്യാണ് വേണ്ടത്. സോ നമുക്ക് ആഡ് ചെയ്യാം 4 പ്ലസ് എപ്സിലോൺ. 2, 5 എന്ന മെട്രിക്സിൽ വന്നു കഴിഞ്ഞാലോ, അവിടെ നമുക്ക് എന്ത് ചെയ്യണം, എപ്സിലോൺ കുറയ്ക്കുക വേണ്ട. അപ്പം എപ്സിലോൺ മൈനസ് എപ്സിലോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ അലോക്കേഷൻ ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ അലോക്കേഷൻ അവിടെ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ നോക്കിക്കേ, എപ്സിലോൺ 1 മൈനസ് എപ്സിലോൺ, 1 പ്ലസ് എപ്സിലോൺ, 3 മൈനസ് എപ്സിലോൺ, 4 പ്ലസ് എപ്സിലോൺ ആൻഡ് എപ്സിലോൺ മൈനസ് എപ്സിലോൺ. സോ അത് നമുക്ക് തള്ളിക്കളയാം. ബാക്കി 1 പ്ലസ് എപ്സിലോൺ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എപ്സിലോൺ 1 എന്ന് എഴുതി. അടുത്ത എന്താണ്, 3 മൈനസ് എപ്സിലോൺ നമുക്കറിയാം. അടുത്ത 4 മൈനസ് എപ്സിലോൺ നമുക്കറിയാം. 4 പ്ലസ് എപ്സിലോൺ നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇവിടെ ഒരു 1 മൈനസ് എപ്സിലോൺ ഉണ്ട്, 3ൽ ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 1. സോ ഇതാണ് നമ്മുടെ പുതിയ അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ ഐട്രേഷൻ ടുവേർഡ്സ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ UV കണ്ടുപിടിച്ചതിന് ശേഷം ഡെൽറ്റ I കണ്ടുപിടിച്ചതിന് ശേഷം നെഗറ്റീവ് എന്ന വാല്യൂവിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ വാല്യൂവിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള പോർഷനിലൊരു പ്ലസ് കൊടുത്തുകൊണ്ടൊരു ലൂപ്പ് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരു അലോക്കേഷൻ കൊടുത്തു. അലോക്കേഷൻ എങ്ങനെയാണ് കൊടുത്തത്, മൈനസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം അലോക്കേഷൻ നോക്കി അതിലെ മിനിമം വാല്യൂ ആണ് ചൂസ് ചെയ്തത്. ഇവിടെ നമുക്ക് 1, 3 എപ്സിലോൺ എന്ന് പറയുന്ന 3 കിട്ടിയതിൽ എപ്സിലോൺ ആണ് ഏറ്റവും ചെറുതെന്ന് നമുക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് എപ്സിലോൺ വെച്ച് എന്ത് ചെയ്തു, എപ്സിലോൺ അലോക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പ്ലസ് ഉള്ളിടത്തെല്ലാം എപ്സിലോൺ ആഡ് ചെയ്യുക, മൈനസ് ഉള്ളിടത്തെല്ലാം എപ്സിലോൺ കുറയ്ക്കുക. സോ അങ്ങനെ കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ പുതിയ അലോക്കേഷനാണിത്. ഇത് കിട്ടിയാൽ ഇനി അടുത്ത പരിപാടി എന്താണ്, ഇത് ഒപ്റ്റിമൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. സോ വീണ്ടും സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, വീണ്ടും മോഡി മെത്തേഡിൽ പോവുക. ആദ്യം m+n-1 സാറ്റിസ്ഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ 1, 3ലുണ്ട്, 2, 2ലുണ്ട്, 2, 3. അപ്പം 1, 2, 3. ഇവിടെ 2, 6ലുണ്ട് 4, 3, 1ലുണ്ട് 5, 3, 3ലുണ്ട് 6, 4, 1, 7, 4, 4, 8 ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 4, 9. സോ ഇതാണ് നമുക്ക് വന്ന പോർഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തോ കിട്ടി, ഇങ്ങനൊരു വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്താൽ ഹിയർ നമുക്ക് മനസ്സിലാവും അലോക്കേഷൻ m+n-1 സാറ്റിസ്ഫൈ ചെയ്തു. ഇൻഡിപെൻഡൻറ്റ് പൊസിഷനിലാണോ നോക്കിയേ, ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻസിലാണ്. കാരണം ഒക്കുപ്പൈഡ് സെല്ലുകൾ തമ്മിൽ ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻസിലാണോ നോക്കുന്നത്, ഒക്കുപ്പൈഡ് സെല്ലുകൾ തമ്മിൽ ക്ലോസ് ലൂപ്സ് ഫോം ചെയ്യാൻ പറ്റുമോ, ഇവിടെ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യാൻ പറ്റില്ല. അത് ജസ്റ്റ് റഫായിട്ട് നോക്കുക, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് ഒപ്റ്റിമൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വീണ്ടും എന്ത് ചെയ്യണം, നമ്മുടെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റായ മോഡി മെത്തേഡിലേക്ക് പോകണം. സോ വീണ്ടും എന്ത് ചെയ്യണം, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് പർട്ടിക്കുലർ U ആൻഡ് V വാല്യൂസ്. സോ പുതിയ U വാല്യൂ കണ്ടുപിടിക്കും. വീണ്ടും ആർബിട്രറി ആയിട്ട് 0 കൊടുക്കുക. പറഞ്ഞാൽ യുവിന് ഞാൻ 0 കൊടുത്തു. 0 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇവിടെ വാല്യൂ V3 എനിക്ക് എത്ര കിട്ടും, 9 എന്ന് കിട്ടും. കാരണം യുവും വിയും ഡെൽറ്റ IG എല്ലാം കണ്ടുപിടിക്കുന്നത് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ആണ്. അവിടെ നമ്മൾ അലോക്കേഷനെ പറ്റി ചിന്തിക്കത്തില്ല. അലോക്കേഷനെ പറ്റി ചിന്തിക്കുന്നത് ലൂപ്പ് ഫോം ചെയ്തതിന് ശേഷം മാത്രമാണ്. സോ ഇതിനൊക്കെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ പുതിയ U വാല്യൂസും V വാല്യൂസും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ IG അൺഒക്കുപ്പൈഡ് സെൽസിൽ കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാം. എന്താണ്, ഫസ്റ്റ് സെൽ എടുക്കുവാണെങ്കിൽ 1, 1 എടുക്കുവാണെങ്കിൽ 9 മൈനസ് ഓഫ് 6 + 0 = 3. അത് നമ്മൾ സർക്കിളിൽ മാർക്ക് ചെയ്തു. അടുത്തത് 12 മൈനസ് ഓഫ് 5 + 0 = 7 എന്ന് കിട്ടും. സോ അടുത്ത മെട്രിക്സ് പറയുകയാണെങ്കിൽ 6 മൈനസ് ഓഫ് 2 + 0 = 4 എന്ന് കിട്ടും. 9 മൈനസ് ഓഫ് 2 + 0 = 7 എന്ന് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് 10 മൈനസ് ഓഫ് 7 = 3 എന്ന് കിട്ടും. അടുത്ത അലോക്കേഷൻ 2, 1ലാണ്. 7 മൈനസ് ഓഫ് 6 - 2 എത്രയാണ്, 4 ആണ്. 7 -
4 ഈക്വൽ ടു 3 എന്ന് കിട്ടും. അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ 7 മൈനസ് ഓഫ് 2 മൈനസ് പ്ലസ് -2 ആണ്. ദാറ്റ് ഈസ് 7 മൈനസ് ഓഫ് 2 പ്ലസ് -2 എന്ന് പറയുന്നത് 7 മൈനസ് 0 എന്ന് കിട്ടും. ഇസിക്കൽ ടു 7 എന്ന് മാർക്ക് ചെയ്യാം. അടുത്ത പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് 5 എന്ന് കിട്ടും. സോ അടുത്ത 5 മൈനസ് അവിടെ നമുക്ക് 5 എന്ന് മാർക്ക് ചെയ്യാം. അടുത്ത 11 മൈനസ് അവിടെ 11 എന്ന് മാർക്ക് ചെയ്യാം. അടുത്തത് 11 മൈനസ് 0 പ്ലസ് 7 ഇസിക്കൽ ടു 4 എന്ന് മാർക്ക് ചെയ്യാം. 10 മൈനസ് അത് 3 എന്ന് മാർക്ക് ചെയ്യാം. അടുത്തത് 11 മൈനസ് ഓഫ് 9 പ്ലസ് 0 ഇസിക്കൽ 2 എന്ന് മാർക്ക് ചെയ്യാം. 8 മൈനസ് ഓഫ് 0 പ്ലസ് 5 ഇസിക്കൽ 3 എന്ന് മാർക്ക് ചെയ്യാം. സോ എല്ലാത്തിനും ഡെൽറ്റ ഐ ജി വാല്യൂസ് കണ്ടുപിടിച്ചാൽ വി ക്യാൻ ഗോ ഫോർ വാട്ട്, വി ക്യാൻ ചെക്ക് വെദർ ദ വാല്യൂസ് ഓഫ് ഡെൽറ്റ ഐ ജെ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓർ ഇറ്റ് ഈസ് ലെസ് ദാൻ 0. സോ ഇവിടെ നോക്കുമ്പോൾ എല്ലാ വാല്യൂസും പോസിറ്റീവാണ്. ദാറ്റ് മീൻസ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ അലോക്കേഷനാണ് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. എന്തായിരുന്നു നമ്മുടെ അലോക്കേഷൻ? 1 3ൽ 5 അലോക്കേഷൻസ്. സോ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 5 × 9 പ്ലസ് 2 2ൽ 4 അലോക്കേഷൻ വിത്ത് കോസ്റ്റ്. സോ 4 × 3 പ്ലസ് അടുത്തത് എന്താണ് 7 × സോ 7 × ഈ വളരെ സ്മോൾ ആയതുകൊണ്ട് നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് അലോക്കേഷൻ വാസ് ഗോസ് ടു 3 1ൽ 1 × 6. So then it is 1 × 9 plus next one is equal to 3 × 6 plus 2 × 2 plus 4 × 2. So നോക്കിയേ 1 2 3 4 5 6 7 plus 7 × E was there. So 8 allocations. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? And one more is there 5 × 2. So 8 plus 1 is equal to 9. So m plus n minus 1 9 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ? 1 2 3 4 5 6 7 8 പ്ലസ് 1 ഇ എന്നൊരു എപ്സിലോൺ എന്നൊരു അലോക്കേഷൻ. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. സം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 45 പ്ലസ് 12 പ്ലസ് 6 പ്ലസ് 9 പ്ലസ് 10 പ്ലസ് 18 പ്ലസ് 4 പ്ലസ് 8 is equal to 30 40 52 58 67 79 112. So the optimal solution is this allocations and the cost for that is 112. സോ ഇതാണ് മോഡി മെത്തേഡും അതിനുശേഷമുള്ള ഇറ്ററേഷൻസ്. ഇൻ കേസ് ഇവിടെയും വീണ്ടും നെഗറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതായത് നേരത്തെ ചെയ്ത പോലെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അവിടെ വീണ്ടും ഒരു ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യാൻ ശ്രമിക്കുന്നു. ദ പ്രോസസ് റിപ്പീറ്റ്സ്. ഓക്കെ.